ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചതായി നമുക്ക് കാണാം. അതുമാത്രമല്ല, ഈ ലഹരി ഉപയോഗിച്ചവർ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ അതും വളരെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ലഹരി കാരണം ഉണ്ടാകുന്ന അതിക്രമങ്ങളും കൂടി വരുന്നത്. ഇപ്പോൾ കേവലം കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു സദസ്സ് നടത്തി കുറെ പ്രസംഗിച്ചുകൊണ്ട് കവലപ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. SF ഇപ്പോഴും ഒരു അക്രമ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ SF അധികാരത്തിലിരിക്കുന്ന കോളേജുകളിൽ പലതിലും അവർ ബാക്കിയുള്ള പാർട്ടികളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, ബാക്കിയുള്ള അഭിപ്രായങ്ങൾക്ക് യാതൊരു വില കൊടുക്കുന്നില്ല. പിന്നെ സിദ്ധാർത്ഥിനെ പോലെയുള്ളവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ നീതി ലഭിക്കേണ്ടവർക്ക് നീതി നിഷേധിക്കുകയും ശിക്ഷിക്കപ്പെടേണ്ടവരെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അവർക്ക് ആധിപത്യം വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പുലമ്പുന്ന ഇക്കൂട്ടർ അവരുടെ ഇതൊന്നും നടപ്പിലാക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങളുമായിട്ട് അവരുടെ പ്രവർത്തികൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.